കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് നിന്നും ആരംഭിച്ച രാപ്പകൽ സമരയാത്രയ്ക്ക് ചെങ്ങന്നൂരിൽ വമ്പിച്ച സ്വീകരണം. അഡ്വക്കേറ്റ് ശോഭ വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് ചെങ്ങന്നൂർ ഗാന്ധി സ്ക്വയറിൽ വമ്പിച്ച സ്വീകരണമാണ് നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശോഭ വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിജയം കൈവരിക്കും വരെ സമരം തുടരണമെന്ന് ശോഭ വർഗീസ് പറഞ്ഞു. രാത്രിയെന്നോ പകലോ ഇല്ലാതെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരുപാടിലൊരു ആശാപ്രവർത്തകരുണ്ട്. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്. കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ആശാപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. അവരെല്ലാം ജനപ്രതിനിധികളോടുകൂടി ഒന്നിച്ചു നിന്നെന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ അവർക്ക് ഏത് ഹോസ്പിറ്റലിൽ ഏത് മരുന്ന്, നേഴ്സുമാരുടെ തൊട്ട് തന്നെയല്ലേ ഡോക്ടർമാരുടെ തൊട്ട് ഏത് മരുന്നാണ് അവർക്ക് ആവശ്യമെന്ന് വെച്ചാലും അതേപോലെ അവരെ ഒരു പ്രഗ്നൻ്റ് ലേഡി ഉൾപ്പെടെ അല്ലെങ്കിൽ കൊച്ചുകുഞ്ഞ് ബർത്ത് തൊട്ടുള്ള കുഞ്ഞുങ്ങളെ പരിചരിച്ച് ഒരു 18 വയസ്സാക്കുന്നിടം വരെ അവരുടെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം മുന്നിലുമുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആശാപ്രവർത്തകരാണ്. അവർ അഹോരാത്രം രാത്രിയെന്നോ പകലോ ഇല്ലാതെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരത്തിന് സമാന രീതിയിലുള്ള സമരമാണ് സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളിലും നടക്കുന്നതെന്നും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു പറഞ്ഞു. ഈ സർക്കാരിന്റെ ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നിലപാടുകൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ഏറ്റവും ന്യായമായ ഈ സമരത്തെ അംഗീകരിക്കാതെ ഇരിക്കുന്ന അവരുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ചും അവരുടെ പിടിവാശിയെക്കുറിച്ചും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ 90% ആളുകളും ഈ സമരത്തോടൊപ്പമാണ്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് എബി കുര്യക്കോസ്, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺ കുതിരവട്ടം തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.